എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ന്യൂസ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സെൻസേഷണലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു വാർത്തയുണ്ട്. നെടുമങ്ങാട് 1.5 വയസ്സുള്ളൊരു കുഞ്ഞിനെ അതിൻ്റെ രണ്ടാനച്ഛൻ മർദ്ദിച്ച് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കി. ഇതാണ് വാർത്ത. ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഞാനിതെന്താ വിഷയം എന്നുള്ളത് പറയാം. ആദ്യം അഖില എന്ന് പറയുന്നൊരു പെൺകുട്ടിയുടെ കുഞ്ഞാണിത്. ഈ അഖില ഓൾറെഡി മാരീഡ് ആയിരുന്നു. ഈ കുഞ്ഞിന് 1.5 വയസ്സ്. ഈ കുഞ്ഞിൻ്റെ അച്ഛൻ 1.5 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തു. ഓക്കെ, അത് നിങ്ങളുടെ മൈൻഡിലിരിക്കട്ടെ. അങ്ങനെ ഈ അഖില എന്ന് പറയുന്ന പെൺകുട്ടി അഷ്കർ എന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെ പോയി. ഈ അഷ്കറാണ് ഈ കുഞ്ഞിനെ ഇപ്പോൾ മർദ്ദിച്ച് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഈ അഷ്കർ എന്ന് പറയുന്നവൻ ഓൾറെഡി ആമിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് വിവാഹിതരായിരുന്നു. ഈ ആമിന എന്ന് പറയുന്ന ആ പെണ്ണെ, ഇവൻ്റെ ആദ്യ ഭാര്യനെ ഇവൻ വിളിച്ചിറക്കിക്കൊണ്ട് പോയത്. ആ കഥയിലൊക്കെ നമുക്ക് വരാം. ആ പെൺകുട്ടീനെയും ഒരുപാട് ആക്രമിച്ച് ആ പെൺകുട്ടി ഇപ്പോൾ പാരലൈസ്ഡ് ആയിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. അപ്പോൾ വളരെ തങ്കപ്പെട്ട സ്വഭാവമുള്ളൊരുത്തനാണ് ഈ അഷ്കർ എന്ന് പറയുന്നവൻ. ഈ അഷ്കറിനും അഖിലയ്ക്കും ഈ കുഞ്ഞിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അഖിലയുടെ അമ്മ, അതായത് ഈ കൊച്ചിൻ്റെ അമ്മൂമ്മ ഈ കൊച്ചിനെ വേണമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യ അച്ഛൻ്റെ മാതാപിതാക്കളും ഈ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അഖിലയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഡാൻസിനൊക്കെ പോവുക. ഈ ഡാൻസിന് പോകുമ്പോഴത്തേനും കൊച്ചിനെ ഈ വേട്ടാവളിനെ ഏൽപ്പിച്ചിട്ടാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇവൻ കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്നതൊക്കെ. ഇതാണ് ഇതിനകത്തെ ബേസിക് സംഭവം. ഇവൻ 5 മാസം മുമ്പ് ഒരു വീട് വാടകയ്ക്കെടുത്ത്, എന്നിട്ട് 2 മാസം മുമ്പ് ഈ അഖിലേനെയും ആ കുഞ്ഞിനെയും അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇവൻ ഈ അഖിലേനെ വിളിച്ചുകൊണ്ട് പോയി അവരുടെ വീട്ടുകാരോട് പറയുന്നുണ്ട്, 5 ദിവസം ഞാൻ ഈ കൊച്ചിനെ നോക്കും, പിന്നെ പുഴുത്ത പട്ടിയെ പോലെ ഞാൻ നോക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വീഡിയോ കണ്ട്, ഈ കൊച്ചിനെ ഇങ്ങനെ എടുത്ത് എറിയുന്ന വീഡിയോ ഒക്കെ കണ്ട് എൻ്റെ അമ്മ സഹിക്കാൻ പറ്റൂല. ഇതാണ് സംഭവം. ഓക്കെ, നമുക്കിനി ഈ കുഞ്ഞിൻ്റെ ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതാ, നമ്മുടെ ഈ ക്യാഷ് ചലഞ്ച് പോലെ കൊച്ചിൻ്റെ ഫേസ് ഞാൻ ബ്ലറാക്കുന്നുണ്ട്. ഈ അഖില എന്ന് പറയുന്ന ആ മോളെ നിങ്ങൾ കാണണം. അതുകൊണ്ട് ഞാൻ അവളുടെ ഫേസ് ബ്ലറാക്കുന്നില്ല. നിങ്ങളതിൽ ആ സാധനം ഒന്നും കണ്ടോ, ആ കൊച്ചിൻ്റെ മുഖം ഞാൻ മാക്സിമം ബ്ലറാക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? സിമ്പിൾ ആണ് ഈ സംഭവം. നമ്മളെ അക്കൗണ്ട് ഒന്ന് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ 1 അല്ല 2 ഗിഫ്റ്റ് കിട്ടും. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കുഞ്ഞിൻ്റെ 2 കൈയും തല്ലി ഒടിച്ചിട്ടൊരു സമയമാണ്. ഈ കുഞ്ഞിൻ്റെ 2 കൈയും ഒടിഞ്ഞിരിക്കുകയാണ്, 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് ഈ കൊച്ചിൻ്റെ അമ്മ എന്ന് പറയുന്ന പെണ്ണുമ്പിള്ള. ഈ കുഞ്ഞിൻ്റെ 2 കൈയും ഒടിഞ്ഞതിന് ഇവർ പുറത്ത് പറഞ്ഞ ന്യായീകരണം എന്ന് പറഞ്ഞാൽ സൈക്കിളേന്ന് വീണു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും സൈക്കിളേന്ന് വീണുമ്പോൾ ദേഹത്ത് പല തരത്തിലുള്ള മുറിവുകളും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഈ കൊച്ചിൻ്റെ ദേഹത്തെങ്ങും അങ്ങനത്തെ സൈക്കിളേന്ന് വീണ് പരിക്ക് പറ്റിയ മുറിവുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഈ കൊച്ചിൻ്റെ കൈ ഒടിഞ്ഞത് ദുരൂഹതയായിട്ട് തന്നെ നിൽക്കുന്നു. ഓൾറെഡി ഇത് അന്വേഷണമായിട്ടൊക്കെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല. ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഈ അഷ്കർ എന്ന് പറഞ്ഞ നാറിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഇവൻ ചെയ്ത പരിപാടി എന്തെന്ന് വെച്ചാൽ, ഈ കൊച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1.5 വയസ്സുള്ള ഈ കുഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അതിൻ്റെ പുറംതലക്കിട്ട് പോയി അടിച്ചപ്പോഴാണ് ഈ ഫുഡ് നെറുകെ കയറിയത്. ഇവരെ ആദ്യം പറഞ്ഞു വരുത്തിയ സാധനം കൊച്ച് ആഹാരം കഴിച്ചപ്പോൾ ഫുഡ് നെറുകന്തലയിൽ കയറി മരിച്ചു എന്നുള്ളതാണ്. പിന്നീടാണ് ഇവൻ്റെ ആക്രമണത്തിൽ മരിച്ചതെന്നൊക്കെ മനസ്സിലായത്. 51 മുറികളാണ് 1.5 വയസ്സുള്ള കൊച്ചിൻ്റെ ശരീരത്തിലുള്ളത്. അപ്പോൾ ആ കൊച്ച് എന്തോരം അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഈ 51 മുറിവുകളിനകത്ത് തൊലി ഇളകിയിരിക്കുന്നുണ്ട്, മുറിവുകളുണ്ട്, സിഗരറ്റ് ഇട്ട് പൊള്ളിച്ച വട്ടത്തിലുള്ള പാടുകളുണ്ട്. അപ്പോൾ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് ആ കൊച്ച് ആ വീട്ടിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്. ഈ കുഞ്ഞിനെ ഇവൻ സൺഷെയ്ഡിലൊക്കെ നിർത്തുമായിരുന്നു. ഈ വീടിൻ്റെ ഷെയ്ഡ് ഉണ്ടല്ലോ, റെയിൻ ഷെയ്ഡ്, അതിൽ നിർത്തുമായിരുന്നു. ഈ കൊച്ച്, ഈ അമ്മ ഇവനെ ഒറ്റയ്ക്കാക്കി അങ്ങോട്ടെങ്കിലും പോകുമ്പോഴത്തേന് ഈ കൊച്ച് ഭയങ്കര കരച്ചിലായിരുന്നു എന്നൊക്കെ പറയുന്നു. സ്വാഭാവികമായിട്ടും ആ പെണ്ണിന്, അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള ആ പെണ്ണിന് അറിയാം ഈ ലവ ഉപദ്രവിക്കുന്നവനാണ്. ഓക്കെ, നമുക്ക് വീണ്ടും സ്റ്റോറിയിലേക്ക് വരാം. 6 മാസം മുമ്പ് ഇവ ഒരു വീടെടുക്കുന്നു. 6 or 5 മാസം മുമ്പേ, 2 മാസം മുമ്പ് ഈ അഖില എന്ന് പറയുന്ന ഇവൻ പ്രേമിക്കുന്ന പെണ്ണിനെയും ഈ കൊച്ചിനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അവിടെ ഇട്ടിട്ട് ഇവ ഓൾറെഡി കൊച്ചിനെ കൊല്ലാനായിട്ട് പല പ്ലാനുകളും നടത്തുന്നുണ്ട്. ഒരു ദൃശ്യം സ്റ്റൈലിൽ സ്വന്തമായിട്ട് ഈ കുഞ്ഞ് സ്വമേധയാ മരിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള പല പ്ലാനുകളും നടത്തുന്നുണ്ട്. നമുക്ക് ആദ്യം ഇവനെ അറസ്റ്റ് ചെയ്ത വീഡിയോ ഒന്ന് കാണാം. നാട്ടുകാർ ഇവൻ്റെ മേളിൽ കൈ വെച്ചിട്ടുണ്ട്, കണക്കാപ്പി നമുക്കതൊന്ന് കാണാം. നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷയിലാണ്, കനത്ത സുരക്ഷയിലാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ തെളിവെടുപ്പ്. എന്ത് സുരക്ഷ?
1.5 വയസ്സുള്ളൊരു കൊച്ചിനെ ഇത്രയും രണ്ട് മാസം കൊണ്ടാണ് ഈ കൊച്ചിൻ്റെ ദേഹത്ത് 51 മുറിവുകൾ വന്നത്. 2 മാസത്തിനിടയിലാണ് ഇതിൻ്റെ കൈ തല്ലി ഒടിച്ചത്. 2 മാസത്തിൻ്റെ ഇടയ്ക്കാണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇതിൻ്റെ നെറുകന്തലയ്ക്ക് അടിക്കുകയും ഇതിനെ എറിഞ്ഞ് കൊല്ലുകയും ചെയ്തിട്ടുള്ളത്. ഇവൻ എന്ത് ക്നാപ്പിനാണ് ഇവന് പ്രൊട്ടക്ഷൻ? നാട്ടുകാർ ഇടയ്ക്കോട്ട് വിട്ട് അടിച്ച് അവൻ്റെ കരണം മുളക്കട്ടെ. നാട്ടുകാർ അവന്മാർക്കിട്ട് ഞാൻ പറയാം, നമുക്കിത് ബാക്കിയൊക്കെ എന്നിട്ട് നാട്ടുകാരെ ഞാൻ പറയാം. രോഗമിക്കുന്നത് ഇയാൾ നേരത്തെ തന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കുഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലക്കടിച്ചാണ് തലയ്ക്ക് ശക്തിയെ അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇയാൾ മൊഴിയായി. കുഞ്ഞ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും നെറുകന്തലക്കിട്ട് അടിച്ചു. അപ്പോൾ ഭക്ഷണം നിറയെ കയറി അതിനുശേഷം ഈ കൊച്ചിനെ മൃഗീയമായിട്ട് ഉപദ്രവിച്ച് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി. ഏതാണ് ഈ മനസാക്ഷി ഇല്ലാത്ത ഇവനൊന്നും മനുഷ്യൻ പോലും വിളിക്കാൻ പറ്റത്തില്ല, മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യത്തില്ല. ഇവ വേറെന്തോ സംഭവമാണ് ഇവൻ ചെയ്തത്. ഇനി ഈ വിഷയത്തിനകത്ത് നാട്ടുകാരിലൊരുത്തം പറയുന്നത് നാട്ടുകാർ ഓൾറെഡി ഇവനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവൻ ചുറ്റുവട്ടത്തുള്ള ആളുകളുമായിട്ടൊന്നും യാതൊരു കോൺടാക്റ്റും ഇല്ല, അവരുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല. സോ നാട്ടുകാരിലൊരുത്തൻ ഈ കൊച്ചിനെ കുറിച്ച് പറയുന്നത്, ഈ കൊന്ന ഈ അഷ്കർ ഉണ്ടല്ലോ, ഇവൻ്റെ സഹോദരനോ സഹോദരി അവരുടെ മക്കൾ നമ്മൾ ഈ കേൾക്കാൻ പോകുന്നത് നാട്ടുകാരൻ്റെ വീട്ടിലെ ട്യൂഷന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ ഈ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അങ്ങനെ ലാസ്റ്റ് ഒരു മാസം മുമ്പ് ഈ കൊച്ചിന്, അതായത് കൈ ഒടിഞ്ഞിരുന്ന സമയത്ത് ഈ കൊച്ചിന് ഷെയ്ഡിൽ ഇറക്കി നിർത്തിയിട്ടുണ്ട്. അറിയാലോ, സൈഡിൽ സൺ ഷെയ്ഡിൽ ഇറക്കി നിർത്തി. ആ ടൈമിൽ 2 കൈ ഒടിഞ്ഞതാണ്. ആ പേടിച്ച് ആ കൊച്ച് ചേർന്നിരിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാക്സിമം ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 കൈയും ഒടിഞ്ഞിരുന്ന കൊച്ച്, ഓൾറെഡി അവൻ തല്ലി ഒടിച്ചായിരിക്കണം. ഒടിഞ്ഞിരുന്ന കൊച്ചിനെ വീടിൻ്റെ ഈ റെയിൻ ഷെയ്ഡിൽ കൊണ്ടവൻ നിർത്തി. അപ്പോൾ ഈ കുഞ്ഞ് പേടിച്ച് ഈ ഭിത്തിയോട് ഇങ്ങനെ ചേർന്നിരുന്ന ആ ഒരു സീൻ ആലോചിച്ചിട്ട് എനിക്കിങ്ങനെ ഈ വിഷമം തോന്നുന്നു. അപ്പോൾ ഇവൻ പ്ലാൻ ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ അവിടെ കയറ്റിയിരുത്തുക, കൊച്ചെങ്ങനെയും മറിഞ്ഞടിച്ച് താഴോട്ട് വീഴുക, സ്പോട്ടിൽ തീരും. ഇതായിരിക്കണം അവൻ പ്ലാൻ ചെയ്തിട്ടുള്ള സാധനം. ഇതറിഞ്ഞിട്ടും ആ കൊച്ചിനെ ആ വീട്ടിൽ നിർത്തിയ ഈ കൊച്ചിൻ്റെ തള്ളയുണ്ടല്ലോ, പറയാം, ബാക്കി പറ. പറഞ്ഞ് നമുക്ക് പറയാനേ പറ്റുള്ളൂ. അവൾ പറഞ്ഞ് കൊച്ചിനെ അപ്പം തന്നെ എടുത്തുകൊണ്ട് താഴോട്ട് വന്നതാണ്. അത് കഴിഞ്ഞ് ആ 2 കൈ ഒടിഞ്ഞിരുന്ന കൊച്ച് നിങ്ങൾ വന്ന വഴിയില്ലേ, ആ വന്ന വഴി തേരി കയറി മേള വരെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ആ പെൺകൊച്ചിന്, അതായത് മരിച്ച ഓക്കെ, ഇവർ വന്നൊരു മല പോലത്തെ ഒരു തേരി പോലത്തെ ഒരു കയറ്റം, അവിടോട്ട് ഈ കൊച്ച് 2 കൈ ഒടിഞ്ഞിരുന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ വീട്ടുകാർ അറിഞ്ഞിട്ട് പോലുമില്ല. അത്രയ്ക്ക് ശ്രദ്ധയോടെയാണ് ഈ വീട്ടുകാർ ഈ കുഞ്ഞിനെ നോക്കുന്നത്. ഇനി ഈ കൊച്ചിനെ ഓൾറെഡി ഇവർ മറ്റെവിടെ കൊണ്ടാക്കണം, അനാഥാലയത്തിലാക്കണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് ഈ പെണ്ണിൻ്റെ, ഈ അഖില എന്ന് പറഞ്ഞ ഈ കൊച്ചിൻ്റെ അമ്മയുടെ അമ്മ ഈ കൊച്ചിനെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ, യഥാർത്ഥ അച്ഛൻ്റെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടുകാരും ഈ കൊച്ചിനെ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിനക്കൊന്നും വേണ്ടെങ്കിൽ അവർക്ക് കൊടു, അവർ നോക്കിക്കോളുമല്ലോ. ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും മൃഗീയമായിട്ട് ഇതിന് ഇതാക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? ഈ തള്ളേനെയാണ് എനിക്ക് പറയാനുള്ളത്. 5 ദിവസം ഇവർക്ക് ഓൾറെഡി അറിയാം ഈ കൊച്ചിനെ ഇവ ഉപദ്രവിക്കും, ഇവൻ്റെ അടുത്ത് നിർത്തി കഴിഞ്ഞാൽ ഈ കൊച്ച് പേടിയാന്നുള്ളത്. എന്നിട്ടും ഇവനെ തന്നെ ഏൽപ്പിച്ചിട്ട് ഈ പെണ്ണ് ഡാൻസ് ഉണ്ടാക്കാൻ പോയേക്കുന്നത്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലും പോലീസ് സ്റ്റേഷനിലൊക്കെ ഇവരെ പോകുമ്പോഴത്തേനും അവർ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഈ 2 എണ്ണത്തിനെ പിടിച്ച് പൊട്ടിക്കാമോ? എന്നാലേ ഇത് ശരിയാകത്തുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഈ പെൺകുട്ടിയുടെ അമ്മ, അതായത് ഈ കുഞ്ഞിൻ്റെ മുത്തശ്ശി ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അവരോട് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് കേൾക്കാം. വേറൊരു പയ്യനും കൂടി വീട്ടിൽ വന്ന് സാധനങ്ങളെല്ലാം പെറുക്കിക്കൊണ്ട് പോകുമായിരുന്നു. പെറുക്കിക്കൊണ്ട് പോയി ലാസ്റ്റ് ആയപ്പോൾ നമ്മളെ വീടിൻ്റെ മേളിലുള്ളവരുടെ വീടിനടുത്ത് നിന്ന് ഈ അഷ്കർ എന്ന് പറഞ്ഞു ഞാൻ 5-6 ദിവസം യവനെ നോക്കും, പിന്നെ ഞാൻ പുഴുത്ത പട്ടിയെപ്പോലെ നോക്കും എന്നവൻ അവിടെ നിന്ന്. എങ്ങനെയുണ്ട്? ഇവൻ പറഞ്ഞ് ഈ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ യവൻ പറഞ്ഞ് ഞാൻ 5-6 ദിവസം ഈ കൊച്ചിനെ നോക്കും, പിന്നെ പുഴുത്ത പട്ടിയെപ്പോലെ നോക്കുമെന്ന്. ഈ കൊച്ചിൻ്റെ തള്ളാന്ന് പറയുന്നവൾ ഇത്രയും ഈ കൊച്ചിനെ ഇവൻ ഉപദ്രവിച്ചിട്ടും ഈ കൊച്ചിൻ്റെ അതായത് ഇത്രയും മുറിവുകളുണ്ടായതും കൈ ഒടിഞ്ഞതും കാലൊടിഞ്ഞതൊന്നും ഈ പെണ്ണ് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പെണ്ണ് അമ്മ എന്നൊന്നും ഇതിനെ വിളിക്കാൻ പറ്റില്ല, വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കേണ്ടി വരും. എന്നിട്ടും അവൻ്റെ അടുത്ത് തന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ കൊച്ചിനോട് എന്ത് സ്നേഹമുള്ളത്? വളർത്താൻ പറ്റത്തില്ല, നോക്കാൻ പറ്റത്തില്ലെങ്കിൽ നീയൊക്കെ എന്തിന് ഇതിനെയൊക്കെ പെറാൻ നിൽക്കുന്നത്? കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ട് ഗർഭിണിയായിട്ട് പ്രസവിച്ച കൊച്ചിനെ ജനലിൽ കൂടെ എടുത്ത് വെളിയിലെറിഞ്ഞെന്ന്. നിനക്കൊക്കെ ഉള്ള പ്രൊട്ടക്ഷൻ കോപ്പൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ, കാശ് കൊടുത്ത് അങ്ങോട്ട് മേടിക്കണം. അല്ലാതെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് അതുങ്ങളെ ഉപദ്രവിച്ച് അതുങ്ങളുടെ ജീവൻ ഇല്ലാതാക്കി ഇതിൽ നിന്നൊക്കെ ആനന്ദം കണ്ടെത്തുന്ന എന്ത് തേങ്ങയാണ് നിനക്കൊക്കെ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കൊച്ചിൻ്റെ അമ്മയുടെ അമ്മ തന്നെ പറയുന്നു ഇവൻ ഇങ്ങനെയൊക്കെയാണ് ഇവൻ്റെ ബിഹേവിയർ എന്നുള്ളത്. ഇവരെ ഞാൻ തെറ്റു പറയത്തില്ല കേട്ടോ. ഇവർ ആ കൊച്ചിനെ വിട്ട് കിട്ടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ഇവരെ ശ്രമിച്ചിട്ടുണ്ട്, ചെറുക്കൻ്റെ വീട്ടുകാരെ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കുഞ്ഞിൻ്റെ അമ്മൂമ്മ, ഈ പെണ്ണിൻ്റെ അമ്മ പറയുന്നത് ബാക്കിയേക്കാം. അതിൽ പോയപ്പോഴും പബ്ലിക്കായിട്ട് പറഞ്ഞു. അത് ഞാൻ പിറ്റേ ദിവസമാണ് അറിയുന്നത്.
അപ്പോൾ കുഞ്ഞിനെ അപായപ്പെടുത്തുക സംശയമുണ്ട്. സംശയമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. രണ്ടുപേരും ഇതിന് പൂർണ്ണ ഉത്തരവാദികൾ തന്നെയാണ്. നിയമത്തിൻ്റെ മുന്നിൽ രണ്ടുപേരെയും അത് സത്യമായിട്ടുള്ളത് ഞങ്ങളെ ബോധ്യപ്പെടുത്തി ആ കുഞ്ഞിൻ്റെ കൊച്ചിൻ്റെ അമ്മൂമ്മ തന്നെ സ്വന്തം മകളെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം, മകളും തെറ്റുകാരിയാണെന്ന് പറയുന്നു. ഇന്ന് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു പെൺകൊച്ച് അല്ലെങ്കിൽ ഒരു ആൺകൊച്ച് എന്ത് ചെയ്താലും അതിനെ ന്യായീകരിച്ച് മാത്രം സംസാരിക്കുന്ന ചില തൊട്ടി പേരൻസ് ഉള്ള സമയത്ത് ചെയ്ത തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ളവരുടെ ചങ്കൂറ്റത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കൊച്ചിൻ്റെ ശരിക്കുള്ള അച്ഛൻ, അതായത് ഈ അഖില എന്ന് പറയുന്ന പെണ്ണിൻ്റെ ആദ്യ ഭർത്താവ്, അവരുടെ അച്ഛൻ എന്ന് പറയുന്ന സാധനം നമുക്കൊന്ന് കേൾക്കാം. ടെക്നിക്കലി സ്പീക്കിംഗ് ഈ കുഞ്ഞിൻ്റെ അപ്പൂപ്പൻ. തോന്നുന്നത് ഇപ്പോൾ ഈ മരണം സംബന്ധിച്ച് എനിക്ക് നല്ല സംശയമുണ്ട്. മരണമല്ല, ഇത് കൊലപാതകമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കുഞ്ഞിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം ഏകദേശം 2 മാസത്തോളം ഇവരുടെ പുറകെയാണ്. കുഞ്ഞിനെ ഇവർ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ പോകുന്നു എന്നൊരു ശ്രുതി. കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ പോകുന്നു പറഞ്ഞ് 2 മാസം കൊണ്ട് ഇദ്ദേഹം ഇവരുടെ പുറകെയാണ് കുഞ്ഞിനെ ഇങ്ങനെ തന്നേക്കുമെന്നും പറഞ്ഞിട്ട്. ഇവർ ഓൾറെഡി പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള മെയിലുകൾ അയച്ചിട്ടുണ്ട്, പലതരത്തിൽ ഈ 2 കുടുംബങ്ങളും ആ കൊച്ചിനെ വിട്ടുകിട്ടുമോ നോക്കുന്നുണ്ട്. നിനക്കൊക്കെ വയ്യെങ്കിൽ അതിനെ പൊന്നുപോലെ നോക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കൊടു, അവർ പോയി നോക്കിക്കോളും. ഈ 1.5 വയസ്സുള്ള കൊച്ചിനെ ഇത്രയും അധികം ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതെന്തോരം വേദന സഹിച്ചിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ഫാമിലി എന്ന് പറയുന്നൊരു ബോണ്ട് പല ആളുകൾക്കും ഇല്ല. ഫാമിലിയാണ് എൻ്റെ ആ ഒരു സ്നേഹമില്ല. ഇവിടെ കുറേ സുഖം കിട്ടുമെങ്കിൽ ഇവിടെ, അവിടെ കുറേ സുഖം കിട്ടുമെങ്കിൽ അവിടെ. നീയൊക്കെ എന്തിനാ കഷ്ടപ്പെട്ട് കെട്ടുന്നേ? നീയൊക്കെ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് നീയൊക്കെ കണ്ട പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് എന്തൊരു പുല്ലാന്ന് വെച്ചാൽ ചെയ്യും. അല്ലാതെ അതിലൊരു കൊച്ചിനെ ഉണ്ടാക്കി അതിൻ്റെ ജീവിതം നശിപ്പിച്ച് അതിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് നരയിപ്പിക്കാവുന്ന പരമാവധി നരയിപ്പിച്ച്, എനിക്കറിയാൻ പാടില്ല. ഇത് 1-2 കേസുകളൊന്നും അല്ല ഇങ്ങനെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ ഡെലിവറിയാക്കി പ്രസവിച്ചിട്ട് ജനലിൽ കൂടെ എടുത്ത് വെളിയിൽ എറിഞ്ഞെന്ന്. നിൻ്റെയൊക്കെ ശരീരത്തിൽ നിന്ന് തന്നെയല്ലേ ഇതൊക്കെ പുറത്തോട്ട് വരുന്നേ? നിൻ്റെയൊക്കെ കാമക്കടി തീർക്കാനായിട്ടാണോ ഈ പിള്ളേരെ ഉണ്ടാക്കുന്നത്? അതിന് പല വഴികളുമുണ്ട്. അത് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ തൊലഞ്ഞിപ്പോവും. ഇവനെ ഒന്നും പുറം ലോകം കാണിക്കില്ല. ഈ അഷ്കർ എന്ന് പറയുന്ന ആറിനെയും അതേപോലെ തന്നെ ആ കൊച്ചിൻ്റെ തള്ളാന്ന് പറഞ്ഞ ചെറ്റനെയും ഇതുങ്ങളെ പുറം ലോകം കാണിക്കരുത്. നാട്ടുകാരുടെ അതിലോട്ട് ഇട്ട് കൊടുക്കണം, അവർ തല്ലിക്കൊല്ലും. ഈ കൊച്ചിൻ്റെ ഈ 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ പോലും ഇവനെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പ്രൊട്ടക്ഷനാണ് ഇത്? ഒരു പെങ്കൊച്ചായിരുന്നെങ്കിൽ ഉറപ്പായിട്ടല്ല അവൻ അതിനെ പിടിക്കുന്നത്. എന്തൊരു നാറികളാണ്. ബാക്കി കേൾക്കാം, ഈ അപ്പൂപ്പൻ പറയുന്ന ബാക്കി കേൾക്കാം. ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അവന് അമ്മത്തൊട്ടിനെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, അവന് മൊത്തച്ഛനെ ഞങ്ങളുണ്ട്, ഞങ്ങൾ വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇത് കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റിക് ടേക്കാണെന്ന് പറഞ്ഞു. പ്ലാസ്റ്റിക് ടേക്കാണെന്ന് ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞത് സൈക്കിളിൽ നിന്ന് വീണെന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ ആ സൈക്കിളിൽ നിന്ന് വീണ കുഞ്ഞിൻ്റെ പുറത്ത് യാതൊരു മുറിവോ പാടുകളോ വേറെ ഒന്നുമില്ല, 2 കൈ മാത്രമേ ഒടിഞ്ഞിട്ടുള്ളത്. അത് ഇവ സൈക്കിളിൽ നിന്ന് വീണു എന്നാണ് പുറത്ത് പറയുന്ന കഥ. അതോടൊപ്പം തന്നെ വേറെ പലയിടത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് അഖില എന്ന് പറയുന്ന ആ പെണ്ണ്, ആ കൊച്ചിൻ്റെ അപ്പൻ. നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. താഴെ കാണുന്നതാണ് അഷ്കർ എന്ന് പറഞ്ഞ പരമനാറി, ആ കൊച്ചിനെ ഉപദ്രവിച്ച പരമചെറ്റ. അത്രയും പറഞ്ഞാൽ പോരാ, സോഷ്യൽ മീഡിയയിൽ നമുക്കതേ പറയാനുള്ള നിർവാഹമുള്ളൂ. ഇതാണ് ആ കുഞ്ഞ്, ഇത്രയും ക്യൂട്ടായിട്ടുള്ള കുഞ്ഞിനെയാണ് ലവ ഉപദ്രവിച്ചത്. എന്തെങ്കിലും പുല്ലൊക്കെ ആട്ടെ. ഇനി നമുക്ക് ഇതാണ് ഈ അഷ്കർ എന്ന് പറയുന്ന പരമനാറി ആദ്യം കല്യാണം കഴിച്ച ആമിന എന്ന് പറയുന്ന കുട്ടി. ഈ കുട്ടിയുടെ അമ്മ ഓൾറെഡി ഇവൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവൻ ഭയങ്കര ഡോമിനേറ്റിംഗ് സംഭവം. ഇവൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം ഇവൻ്റെ അടിമ. ഇവന് തല്ലാനും ഇവന് തലോടാനും ഇവന് മറ്റു കാര്യങ്ങൾ നടത്താനും ഒക്കെ ഉള്ള ആളുകളാണ് ഇവൻ്റെ ചുറ്റുമുള്ളത്. അങ്ങനെ ആ കൊച്ചിനെ ഉപദ്രവിച്ച് അതിപ്പോൾ ആശുപത്രിയിലാണ്. അവൻ്റെ ഉപദ്രവം കാരണം നമ്മളിപ്പോൾ കാണുന്ന ഈ കൊച്ചു ആശുപത്രിയിലാണ്, ഈ പെൺകുട്ടി. ഇനി ഈ പെൺകുട്ടിയുടെ അമ്മ യവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ മോളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് വാടകയ്ക്ക് വീടെടുത്താണ് താമസിപ്പിച്ച, ഒറ്റയ്ക്ക് പരിസരമായിട്ട് സഹകരിക്കാൻ സമ്മതിക്കൂല. മോളെ എന്തൊക്കെയാണ് ചെയ്തത്? ഓക്കെ, ഇത് അവൻ്റെ കോമൺ നേച്ചറാണ് പറയുന്നത്. ഇവരുടെ മകളെ വിളിച്ചുകൊണ്ട് പോയി, ആമിനേനെ വിളിച്ചുകൊണ്ട് പോയി മറ്റൊരു വാടക വീട്ടിലാണ് താമസിച്ചത്. ഇവൻ ഈ അഖിലേനെ വിളിച്ചുകൊണ്ട് പോയി മറ്റൊരു വാടക വീട്ടിലാണ് താമസിച്ചത്. അവിടെ ഇട്ട് ഈ ആമിനേനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു, ഇവിടെ ഇട്ട് ഈ കൊച്ചിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. ചുറ്റുവട്ടമുള്ള ആളുകളുമായിട്ടൊന്നും ആമിനയുടെയായിട്ട് ജീവിക്കുമ്പോഴത്തേനും ബന്ധമില്ല. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ചുറ്റുവട്ടമായിട്ടൊന്നും ബന്ധമില്ലെന്ന്. ഇവൻ സൈക്കോ ആണ്, സൈക്കോ, 1 നമ്പർ സൈക്കോ ആണ് ഇവൻ. ഇവൻ്റെ ഓൾറെഡി പ്ലാൻ തന്നെ ഇതായിരിക്കണം. ബാക്കിയൊക്കെ എന്നിട്ട് പറയാം. തല ഭിത്തിയിൽ വെച്ച് ഇടിക്കും, ബാക്ക് സൈഡ് നമ്മൾ ഓക്കെ, തല
ഭിത്തിയിൽ വെച്ച് ഇടിക്കും. ആ കൊച്ചിന് എന്താ പറ്റിയത്? ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് പുറത്തലക്കിട്ട് അടിച്ചു. ഇതൊക്കെ തന്നെ ഇവൻ്റെ നോർമൽ മോഡ് ഓഫ് ഓപ്പറാണ്ടിയാണ്. ഇവനെയൊക്കെ വിട്ട് കഴിഞ്ഞുണ്ടല്ലോ, ഇവനൊക്കെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രിമിനലുകളായിട്ട് മാറും. ഇപ്പോഴും അത് തന്നെ, ഇവൻ സീരിയൽ കില്ലിങ്ങിലേക്ക് പോകും. അത്രയും ഒരു പ്രശ്നക്കാരനാണ് ഇവൻ. ഇവനെയൊക്കെ നാട്ടുകാരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കാമോ? ജസ്റ്റ് ഒരു 5 മിനിറ്റ് നാട്ടുകാരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കാമോ? ഈ നാട്ടുകാരായിട്ടുള്ള കുറേ ആളുകൾ പറയുന്നത് കേട്ടു, ഞങ്ങളുടെ നാടിന് ഇവിടെ വന്നവൻ നാണക്കേടുണ്ടാക്കുന്നത് ഈ കൊച്ചിനെ ഉപദ്രവിച്ചപ്പോൾ, ഈ കൊച്ചിൻ്റെ കയ്യും കാലും തല്ലി ഒടിച്ചപ്പോൾ, ഈ കൊച്ചിനെ സൺഷെയ്ഡ് നിർത്തിയപ്പോൾ, ഈ കൊച്ച് ഇറങ്ങി നടന്നപ്പോൾ, ഈ കൊച്ചിൻ്റെ ദേഹത്ത് ഇത്രയും മുറിവുകൾ കണ്ടപ്പോൾ ഈ നാട്ടുകാരെവിടെയായിരുന്നു? അപ്പോഴൊന്നും നിൻ്റെ വായിലൊന്നും നാക്കില്ലായിരുന്നോ? പോയി ചോദ്യം ചെയ്യണമായിരുന്നു, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണമായിരുന്നു, ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉണ്ട് അതിൽ വിളിച്ച് പറയണമായിരുന്നു. അപ്പോഴൊന്നും നിനക്കൊന്നും പറ്റത്തില്ല. അതിന് പറ്റിക്കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ നാടിന് നാണക്കേടുണ്ടാക്കിയെന്ന്. നാടിന് നാണക്കേടുണ്ടാക്കണ്ടെങ്കിൽ നീയൊക്കെ ഇടപെടണം. ഇവൻ ഓൾറെഡി കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു സ്ഥലം ചൂസ് ചെയ്തത്. ഇത് റബ്ബറും കാടിൻ്റെ ഇടയ്ക്കാണ് ഈ വീട് നിൽക്കുന്നത്. ചുറ്റുവട്ടത്തൊക്കെ ഉള്ള വീടുകൾ ഭയങ്കര കുറവാണ്. അപ്പോൾ തട്ടിക്കഴിഞ്ഞാൽ ആരും അറിയത്തില്ലെന്നാണ് ഇവൻ വിചാരിച്ചത്. എന്നിട്ട് ഇവൻ ഈ കൊച്ചിൻ്റെ ഈ ബിലോങ്ങിങ്സ് എല്ലാം, ടോയ്സും അതും ഇതും എല്ലാം എടുത്തിട്ട് 3 ഇടത്തായിട്ട് കൂട്ടിയിട്ട് കത്തിച്ച്. നീ എന്താണ് ദൃശ്യം കളിക്കുകയാണ് നീ? ത്തിൻ്റെ ഭാഗത്താണ് ഇടിയെന്ന് പറഞ്ഞാൽ ക്ലോസറ്റിൽ വെച്ചാണ് ഇടിക്കണം. ഇടിച്ച് ബോധം കെട്ട് പല ദിവസവും കിടന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് തള്ളയും സഹോദരിയും ഇവനും കൂടെ എൻ്റെ കൊച്ചിനെ വീട്ടിൽ എന്നെ കൊണ്ടാക്കെന്നും പറഞ്ഞ് കതവ് തുറന്ന് ഇറങ്ങാൻ പോയപ്പോഴത്തേക്ക് 3 പേരും കൂടെ വലിച്ചിഴച്ച് ബാത്റൂമിൽ കൊണ്ടിട്ട് വീണ്ടും ഇവൻ വയറ്റിൽ ചവിട്ടുകയും ഇടിക്കുകയും ചെവിട്ടത്ത് ഇടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂരതയാണ്. ആരൊക്കെയാ? ഈ ചെറുക്കനും അവൻ്റെ വീട്ടിലുള്ള ബാക്കി അംഗങ്ങളൂടെ കുടുംബമായിട്ട് സൈക്കോസാണ്. ഈ കുടുംബത്തിന് മൊത്തത്തിൽ പിടിച്ച് അകത്തിടണം. ഇത് ഇങ്ങനെയൊക്കെ ഒരു പരാതി വരുമ്പോഴത്തേനും പോലീസ് ആദ്യം ഇതിനൊക്കെതിരെ നടപടി എടുക്കണം. പോലീസുകാർ അന്നേരം ഒന്നും ഇതിനെതിരെ നടപടി എടുക്കത്തില്ല. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴാണ് ഈ പ്രശ്നത്തിനൊക്കെ വരുന്നത്. ഇനി ഇവനെ കൊണ്ട് തെളിവെടുപ്പിന് പോയായിരുന്നു. തെളിവെടുപ്പിന് പോയപ്പോൾ ഇവൻ പറഞ്ഞു ഒറ്റയടിക്ക് തന്നെ കൊച്ചിൻ്റെ ബോധം പോയെന്ന്. ഭയങ്കര കൂളായിട്ടാണ് ഇവൻ നിൽക്കുന്നത്. ഒറ്റയടിക്ക് ബോധം പോയി. എന്നിട്ട് ആ കൊച്ചിനെയാണ് ഇവൻ ഇങ്ങനിട്ട് മർദ്ദിച്ച് കൊന്നത്. ഈ പെണ്ണെന്നിട്ട് ഡാൻസ് പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും കൊച്ചു തീർന്ന്. എന്നിട്ട് കിടന്ന് മോങ്ങുന്നത്. നിനക്കൊക്കെ മോങ്ങാൻ എന്ത് എലിജിബിലിറ്റിയാണ് നിനക്കൊക്കെ ഉള്ളത് കിടന്ന് മോങ്ങാനായിട്ട്? നിനക്കൊക്കെ പറ്റത്തില്ലെങ്കിൽ ഇതുപോലെ കുറേ എണ്ണമുണ്ട്. അന്നേരത്തെ ശരീരത്തിൻ്റെ സുഖം നോക്കി കണ്ടതിൻ്റെ എല്ലാം പുറകെ ഇറങ്ങിപ്പോവും. എന്നിട്ട് അത് കഴിഞ്ഞ് വരുന്ന ആഫ്റ്റർ എഫക്റ്റ് ചിന്തിക്കത്തില്ല. നല്ലൊരു ജീവിതം ഉണ്ടെങ്കിലും ഇത് തന്നെ. ഈ അഖില എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവ് 1.5 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നത്. ഈ കൊച്ചിന് 1.5 വയസ്സ്. ഈ 1.5 വർഷം മുമ്പ് ആത്മഹത്യയുള്ള കാരണം എന്താ? ഈ കൊച്ചിനെ കണ്ടിട്ടില്ല. ഈ കൊച്ച് ഡെലിവറി ആകുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കും അയാൾ ആത്മഹത്യ ചെയ്തത്? അതും ഇനിയിപ്പോൾ ചോദ്യചിഹ്നമായിട്ട് മാറും. ഇവനൊക്കെ വലിയ മാനസിക ചികിത്സയും കൊടുക്കണം. ഇത് നമ്മുടെ നാട് മൊത്തത്തിൽ നശിച്ചിരിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്തിക്സ് എന്ന് പറഞ്ഞ സാധനം വേണം. നിനക്കൊക്കെ മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനം വേണം. നിന്നെ തിരിച്ച് ഉപദ്രവിക്കാൻ കെൽപ്പില്ലാത്തൊരുത്തനെ ഉപദ്രവിക്കുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല. അത്രയും ചെറിയൊരു കുഞ്ഞിനെ എങ്ങനെയാ നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോടേ. ഇവനെയൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. നമ്മുടെ നാട്ടിൽ എന്തുവാ, ഇവനൊക്കെ അതിനകത്തോട്ട് പോവും, കുറച്ച് നാൾ അവൻ കേസ് നടത്തും, അതിനുശേഷം ഇവൻ്റെ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇവനെ വെറുതെ വിടും. ഒരു 10-12 വർഷം ഇട്ടിട്ട് അവനെ വെറുതെ വിടും. പുറത്തിറങ്ങിയിട്ട് ഇവൻ അടുത്ത പെണ്ണിനെ സെറ്റ് ചെയ്ത് അതിനെയും കൊന്നുകൊണ്ട് നടക്കും. തന്തയും കൊള്ളാം, തള്ളയും കൊള്ളാം, എല്ലാം കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോ കാണുന്നവരെ.